അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ദുബായിൽ നടക്കുന്ന ഒരു എക്സിബിഷൻ കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇന്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് അഥവാ ITS വേൾഡ് കോൺഗ്രസിലേക്ക്. സാങ്കേതികവിദ്യ നമ്മുടെ നാളത്തെ യാത്രാ രീതികളിൽ വരുത്താൻ പോകുന്ന വലിയ മാറ്റങ്ങൾ നേരിട്ട് കണ്ടറിയാമെന്നാണ് അരുൺ പാറാട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാങ്കേതിക ലോകത്തേക്ക് ഇന്ന് കടക്കാം. പ്രകൃതി കാഴ്ചകളിലേക്കൊക്കെ വരും മുമ്പ് നാളെ നമ്മൾ എങ്ങനെ സഞ്ചരിക്കുമെന്ന് കണ്ടറിയാം അരുൺ പാറാട്ടിനൊപ്പം ദുബൈയിൽ നിന്ന്. ഗതാഗത സുരക്ഷ സാങ്കേതികവിദ്യാ പ്രദർശനമായ ITS ഗ്ലോബലിന്റെ 30ാമത് എഡിഷനാണ് ദുബായിൽ പുരോഗമിക്കുന്നത്. യൂറോപ്യൻ ITS സംഘടനയായ എർട്ടിക്കയുടെ നേതൃത്വത്തിൽ ITS അമേരിക്ക, ITS ഏഷ്യ പസഫിക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. നഗരഗതാഗതം, പരിസ്ഥിതി സൗഹൃദ ഗതാഗതം, സ്വയം നിയന്ത്രിത ചലനാത്മകത, സൈബർ സുരക്ഷ, ഡ്രൈവിംഗ് രംഗത്തെ മാറ്റങ്ങൾ, സർക്കാർ നയങ്ങൾ, സുസ്ഥിര ആസൂത്രണം എന്നിവയാണ് പുതിയ എഡിഷൻ പ്രധാനമായും ചർച്ച ചെയ്തത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 15,000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയിരിക്കുന്ന എക്സിബിഷനിൽ ഏറ്റവും പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഇനി വാഹനം ഓടിക്കാൻ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, ഇത്തരത്തിലുള്ള ഡ്രൈവർ ഇല്ല വാഹനങ്ങൾ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യയുടെ വലിയ സാധ്യതകളാണ് ഈ വർഷത്തെ ITS മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ കമ്പനികൾ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കാനും എത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ, അതോടൊപ്പം സുസ്ഥിര വികസനം എങ്ങനെയെന്നതിന്റെ ഉദാഹരണം ഉൾപ്പെടെ ഇവിടെ നേരിട്ട് അനുഭവിക്കാം. ടെസ്ലയുടെ സൈബർ ട്രക്ക് ഉൾപ്പെടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ജപ്പാനിലെ ഡെൻസോ എന്ന കമ്പനിയുടെ കൺസെപ്റ്റാണ് ഈ കാണുന്നത്. അതായത് ഇനി പാർക്ക് ചെയ്യാൻ ഡ്രൈവർ വേണ്ട, കാർ ഇതേ രീതിയിൽ സിമ്പിളായി കറക്റ്റായി പാർക്ക് ചെയ്യും. അതോടൊപ്പം സുരക്ഷാ ഉപകരണങ്ങളും പ്രദർശന നഗരിയിലുണ്ട്. ഓരോ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന സാങ്കേതിക വിസ്മയങ്ങൾ നാളെയുടെ ഗതാഗത മേഖലയിൽ വരാനിരിക്കുന്ന കുതിച്ചുചാട്ടത്തെ വെളിവാക്കുന്നതാണ്. ദുബായിയുടെ നിരത്തുകളിൽ നാളെ കാണാൻ പോകുന്ന സ്മാർട്ട് ബസിന്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. ഏറെ പ്രത്യേകതകളാണ് ഈ ഒരു ബസ്സിനുള്ളത്. സൈഡ് മിററുകൾ ഇല്ലാത്ത ബസ്സുകൾ ഇനി ഒരു അത്ഭുത കാഴ്ചയായിരിക്കില്ല. ഈ ബസ്സിന് സൈഡ് മിററുകളില്ല, പകരം HD ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഇരുവശത്തും ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചിത്രങ്ങൾ ഈ രീതിയിൽ ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ പല ഡ്രൈവർമാർക്കും വലിയ വെല്ലുവിളിയാണ്. ബ്ലൈൻഡ് സ്പോട്ടുകളിൽ വണ്ടികൾ എത്തുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതും വലിയ സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവർക്ക് കൃത്യമായി തന്നെ കാണാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. ഇനിയിപ്പോൾ ഈ വണ്ടിയിലുള്ള ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ ഉറങ്ങിപ്പോവുകയോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്താൽ ഈ വിരുദ്ധൻ അത് കണ്ടുപിടിക്കും, അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യും. മുപ്പതാമത് പതിപ്പിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 20,000 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അപകടരഹിത, പരിസ്ഥിതി സൗഹൃദ, സുരക്ഷിത യാത്ര സാധ്യമാക്കാൻ ഈ മേഖലയിൽ ഓരോ കാൽവെപ്പും എത്ര കൃത്യമായും സൂക്ഷ്മമായും നടത്തണമെന്ന് മനസ്സിലാക്കിയാണ് ഓരോരുത്തരും മടങ്ങുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ ആ എക്സിബിഷൻ ഒരു വേറിട്ട കാഴ്ചയാണെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ റൈഡിംഗ് റിപ്പോർട്ടിൽ ഇതുവരെയും അങ്ങനെ ഇത്തരത്തിലൊരു ടെക് അല്ലെങ്കിൽ ടെക്നോളജി, ഓട്ടോമൊബൈൽ, ഓട്ടോക്രാഫ്റ്റ് ഏരിയയുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊന്നും ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ദുബായിൽ നിന്ന് നമ്മൾ അങ്ങനെയും കണ്ടു.